മകളെ പറ്റിയും മകനെ പറ്റിയൊക്കെ കുറേ സാധനങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. കൊച്ചുമക്കളെ പറ്റിയുണ്ട്. എന്നെ കൊണ്ടും തുറപ്പിക്കാതിരിക്കുന്നതാണ് പുള്ളിക്ക് നല്ലത്. ഞാൻ ഇരുട്ടത്ത് വേല വയ്ക്കുന്ന ആളല്ല, പരസ്യമായിട്ട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് വീണ്ടും മറുപടിയുമായി KB ഗണേഷ് കുമാർ. എന്നാൽ താൻ കേസുകൊട എന്ന രീതിയിലാണ് ഇന്നലെ സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം തന്നെ അത്തരത്തിൽ കേസ് കൊടുക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് KB ഗണേഷ് കുമാർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. താൻ NSS നേതൃത്വത്തിനെതിരെ അത്തരത്തിലൊരു കേസ് നൽകുകയാണെങ്കിൽ ഈ കേസ് കൊടുക്കുന്ന വ്യക്തി സ്വന്തം കയ്യിൽ നിന്ന്, അതായത് KB ഗണേഷ് കുമാർ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി കേസ് നടത്തേണ്ടി വരും. എതിർഭാഗത്ത് നിൽക്കുന്ന NSS നേതൃത്വം അല്ലെങ്കിൽ ജി സുകുമാരൻ നായർ NSSന്റെ പണമെടുത്താകും കേസ് നടത്തുക. അത്തരത്തിൽ NSSന്റെ പണം വീണ്ടും നഷ്ടപ്പെടുത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് KB ഗണേഷ് കുമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേസ് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം NSS നേതൃത്വം എടുക്കുന്ന ഇത്തരം തെറ്റായ നിലപാടുകൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് തിരിച്ചറിയുന്ന ആളുകൾ സമൂഹ മാധ്യമങ്ങളുടെ അടക്കം അത് വിളിച്ചു പറയണം, അത് പൊതുജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കണമെന്നൊരു ആഹ്വാനം കൂടി അദ്ദേഹം നടത്തുന്നുമുണ്ട്. എന്നാ താൻ കേസുകൊട് എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ കണ്ടു കാണത്തില്ല. ആ സിനിമ കണ്ടവർക്കറിയാം. അതിലൊരു പാവപ്പെട്ടവനൊരു കേസ് കൊടുക്കും, അവസാനം ഒരു വലിയ മന്ത്രിയുടെ കസേര അങ്ങ് തെറിക്കും എന്ന് പറഞ്ഞ പോലെ എന്നാ താൻ കേസുകൊട് എന്ന് പറയുമ്പോൾ ഞാൻ കേസ് കൊടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. കാരണം മന്നത്ത് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് കേസ് കെട്ടുകൾ ഒഴിവാക്കണം. മാത്രമല്ല ഞാനിപ്പോൾ ഒരു കേസ് കൊടുത്താൽ ശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കേസ് നടത്തും. അപ്പം ഞാൻ കേസ് കൊടുത്താൽ ഞാൻ വക്കീലിന് ഫീസ് കൊടുക്കണം, കോടതി ഫീസ് കൊടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. പക്ഷേ സുകുമാരൻ നായർ മന്നത്ത് ആചാര്യൻ പിടിയേരി ശേഖരിച്ചുണ്ടാക്കിയ NSSന്റെ പണമെടുത്ത് സുകുമാരൻ നായർ കേസ് നടത്തും. കാരണം കഴിഞ്ഞ സിവിൽ കേസ് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം വരെ തീർപ്പുണ്ടാവില്ല. കാരണം ഇദ്ദേഹത്തിനെതിരെ കൊടുത്ത ഒരു കേസിൽ NSSന്റെ പണമെടുത്ത് വക്കീലന്മാരെ വെച്ച് 89 തവണ കോടതിയിൽ കേസ് മാറ്റിവെപ്പിച്ചു. അന്തസ്സുണ്ടെങ്കിൽ കോടതിയിൽ കേസ് വാദിക്കും. ജഡ്ജി മുമ്പാകെ കേസ് വാദിക്കാൻ തവണ വക്കീൽ ചെല്ലുക, അവധി വയ്ക്കുക, പോവുക. ഈ വക്കീലന്മാർക്കെല്ലാം NSSന്റെ പണമെടുത്താണ് ഫീസ് കൊടുക്കുന്നത്. 89 തവണ ഒരു കേസ് വയ്ക്കുന്നത്, മാറ്റിവെക്കുന്നത് ജുഡീഷ്യറിയോട് പോലും കാണിക്കുന്ന മര്യാദകളാണ്. ആ മര്യാദകേടിന് ഇനി അവസരം കൊടുക്കുന്നില്ല. ഇനി പറയാനുള്ളത് ജനങ്ങളോട് പറയും, ജനകീയ കോടതിയിൽ പറയും. ജനങ്ങൾ അത് ശരിയോ എന്ന്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയോ എന്ന് ജനങ്ങൾ ചിന്തിക്കുക. ഏതായാലും കേസ് കൊടുത്ത്, ഞാൻ കേസ് കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം. സുകുമാരൻ നായർ NSSൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കും. സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ കേസ് കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ആ ഒരു സംഘത്തിലുമില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു തരുന്നുണ്ട്, കരയോഗത്തിലെ അംഗത്വം ആരും ഉപേക്ഷിക്കരുത്. എല്ലാവരും NSSൻ്റെ ഉള്ളിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് കൊണ്ടുവരണം. നായർ കൃത്യ സമാജം എന്ന പേരിൽ മന്നത്ത് ആചാര്യൻ തുടങ്ങിയ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുക. പുറത്ത് പോകരുത്. പുറത്ത് പോകുന്ന ഇവർക്കൊരു അവസരമാണ്. അതുകൊണ്ട് പുറത്ത് പോകരുത്. അനീതി ചെയ്യുന്നവർ പിടിക്കപ്പെടണം. അതുകൊണ്ട് കേസ് കൊടുക്കുന്ന പ്രശ്നമില്ല. കാരണം കേസ് കെട്ട് പാടില്ല എന്ന് മന്നത്ത് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. കേസ് കൊടുത്താൽ NSSന്റെ പണമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഞാൻ വക്കീലിന് കൊടുക്കുന്നതിന് എനിക്ക് വിഷമമില്ല ആ പോരാട്ടത്തിൽ. പക്ഷേ ഇദ്ദേഹം ഇത് ഓസിനടിക്കും. അങ്ങനെ ഇപ്പോൾ ഓസിനടിക്കണ്ട. പിന്നെ സിവിൽ കേസ് കൊടുത്താൽ ഈ ജന്മം മുഴുവൻ അത് നീങ്ങിപ്പോകും. അപ്പോൾ കേസൊന്നും ആയില്ല, കോടതിയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് തടി ഊരാനുള്ള പരിപാടിയാണ്. അത് വേണ്ട. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കുന്നതിന് പകരം കാണിക്കുന്ന മര്യാദകേടുകൾ ജനമധ്യത്തിൽ പറയും. ഞാൻ മാത്രമല്ല, എന്നെ കേൾക്കുന്നവരും നിങ്ങളുടേതായ നിലയിൽ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള തെറ്റുകൾ, നിങ്ങൾ NSSൽ ഇവർ കാണിക്കുന്ന നെറുകേടുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അത് രേഖപ്പെടുത്തണം എന്ന് ലോകത്തുള്ള മുഴുവൻ നായർ സമുദായങ്ങളോട് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 43 പേർക്ക് ജോലി കൊടുത്തു എന്ന് ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് കൃത്യമായ എവിഡൻസോടുകൂടിയാണ് പറയുന്നത്. 43 അല്ല 44ആയി. അദ്ദേഹം ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് ബന്ധുക്കൾക്ക് കൊടുക്കുന്നില്ലേ പറയുന്നത്. ഞാൻ മക്കൾക്കൊന്നും കൊടുത്തില്ല. കൊച്ചുമോന് 2 മാസം മുമ്പ് ലാബ് അസിസ്റ്റൻ്റായിട്ട് +2 ജോലി കൊടുക്കുന്നുണ്ട്. കൊച്ചുമോന്, മകളുടെ മകന്. പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് എന്തിന് പൈസ എടുത്ത് മാറ്റി, എന്തിന് തിരിച്ചിട്ടു, നമ്മൾ ചിന്തിക്കണം. അതുപോലെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ശ്രീ അയ്യപ്പ കോളേജ്, അത് മന്നത്ത് ആചാര്യൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു. തമിഴ്നാട്ടിൽ ശ്രീ അയ്യപ്പ എന്നൊരു കോളേജ് വാങ്ങി എന്ന അഭിമാനത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു. ആ കോളേജ് എവിടെ? ആ കോളേജിൻ്റെ ഇപ്പോഴത്തെ മാനേജർ ആരാണ്? ആ കോളേജിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥരാരാണ്? ആ കോളേജിൻ്റെ സ്ഥിതി എന്താണ്? എൻ്റെ ഉത്തരം ചോദിക്കുമ്പം കൊഞ്ഞനം കുത്തിയാൽ മതിയോ? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഞാൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കാം. ഏതൊരു പൗരനും ഇന്ത്യയിലെ കോടതി കേസ് കൊടുക്കാം. പക്ഷേ സിവിൽ കേസ് കൊടുത്താൽ വർഷങ്ങളോളം പോവും. ഇപ്പം കൊടുത്ത കേസ് ധൈര്യമുണ്ടെങ്കിൽ കോടതിയെ നേരിടണം. അല്ലാതെ 89 തവണ അവധിക്ക് ഒപ്പിച്ചേച്ച് മിടുക്കൻ ചമയൊന്നും നല്ലതല്ല. നേരിടണം. പിന്നെ നിങ്ങൾ വേറൊരു കാര്യത്തിനോട് ഉത്തരം പറയാം. എൻ്റെ അച്ഛൻ പറഞ്ഞത് NSSനോടൊപ്പം നിൽക്കണം. NSSനെ തകർക്കാൻ ശ്രമിക്കും. തകർക്കില്ല, തകരാൻ സമ്മതിക്കില്ല.
സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനോട് നിൽക്കണം. ഞാൻ നിന്നു, ഇല്ലെന്ന് പറയാം, ഞാൻ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ നിന്നു. എൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിച്ച് ഞാൻ 4 കൊല്ലമായിട്ട് നിൽക്കുകയാണ്. ഒരു രാത്രിയിൽ ഇരുട്ടത്ത് ജനാധിപത്യ മര്യാദകളെ മറികടന്നുകൊണ്ട് പത്തനാപുരം NSS യൂണിയൻ പിരിച്ചുവിടുകയാണ്. എന്ത് മാനദണ്ഡത്തിൽ? ഭൂരിപക്ഷം ഇല്ലെന്നോ? ഭൂരിപക്ഷം തെളിയിക്കുന്ന പേപ്പർ അരികളുണ്ടല്ലോ, കാണിച്ചല്ലോ മാധ്യമങ്ങളെ തിരുവനന്തപുരത്ത് വെച്ച് 10 പ്രസ് ക്ലബ്ബിൽ. അത് മാത്രമല്ല, അന്ന് ഒരാളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് രാജിവെപ്പിച്ചു. 3 പേര് ആ തെറ്റിദ്ധരിപ്പിച്ച് രാജിവെച്ചാൽ അവിടുത്തെ ഒരു യൂണിയൻ സെക്രട്ടറി ഒരു ഫ്രോഡുണ്ട്, അവനെ തെറ്റിദ്ധരിപ്പിച്ച് രാജിവെപ്പിച്ചു. ആ രാജിവെപ്പിച്ചപ്പോൾ അവരത് തിരിച്ചു തന്നു. ഞങ്ങൾ രാജി പിൻവലിക്കുകയാണ്, ഗണേഷ് കുമാറിന് പിന്തുണയാണ് എന്ന് പറഞ്ഞിട്ട് രാജി പിൻവലിക്കുകയാണ്. ആ പിൻവലിച്ച രാജി അങ്ങോട്ട് കൊണ്ടുവരട്ടെ അവരെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട, സെക്രട്ടറിയുടെ കൊടുത്തയച്ചാൽ മതി. എന്നിട്ട് ഇപ്പോൾ പറയുന്നു അത് കിട്ടിയില്ല എന്ന് കള്ളം പറയും. സത്യം പറയണം. ഒരു അന്തസ്സുള്ള പദവി ഇരിക്കുന്ന ആൾ സത്യം പറയണം, കള്ളങ്ങൾ പറയരുത്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ പേപ്പറും, ആ രാജി കടലാസും, എൻ്റെ രാജി പിൻവലിച്ച കടലാസും എൻ്റെ കയ്യിലുണ്ട്. രാജി പിൻവലിച്ച കടലാസ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ചതിയാണ്. രാത്രി സന്ധ്യ കഴിയുമ്പോൾ 5 മണി കഴിയുമ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് യൂണിയനുകൾ പിരിച്ചുവിടുക. എന്നാൽ താലൂക്ക് പിന്നെ എത്ര മണിക്കാണ് ഹൈറേഞ്ച് താലൂക്ക് കൂടി പിരിച്ചു വിട്ടെന്നറിയാം? രാത്രി 12 മണിക്ക്. അദ്ദേഹത്തിന് നീ 5 മണി കഴിഞ്ഞാൽ ഏത് ഓഫീസ്? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കേസ് കൊടുക്കുന്നൊന്നും പറയണ്ട. കേസൊന്നും കൊടുക്കുന്നില്ല. നാട്ടുകാരെ അറിഞ്ഞാൽ മതി, ജനകീയ കോടതിയിൽ അറിഞ്ഞാൽ മതി. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാത്തതിന്റെ കാരണം ഇതാണ്. അദ്ദേഹം പറഞ്ഞത് രാത്രിയിലായാലും പിരിച്ചുവിടും, അതിന് പുതിയ കമ്മിറ്റി ഉണ്ട്, അതിനുള്ള അധികാരം തനിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും. രാത്രി 5 മണിക്ക് ശേഷമൊക്കെ ഔദ്യോഗിക ഓഫീസ് തുറന്നു വെച്ച് രാത്രിയൊക്കെ പിരിച്ചുവിടുന്നത് എന്ത് പേര് വിളിക്കാമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കും. ഞാനല്ലല്ലോ പറയുന്നത്. ഈ ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്കൊരു ജനാധിപത്യ സംവിധാനത്തിൽ വരുന്നൊരു കമ്മിറ്റിയെ നിർദാക്ഷിണ്യം പിരിച്ചുവിടാൻ പാതിരാത്രിക്കും അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഹുങ്കിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട് ഈ ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ. എൻ്റെ വാക്കുകൾ ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ വേണ്ടിയുള്ളതല്ല, അത് മറ്റുള്ളവർ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യം. അതിൻ്റെ മാർഗം കൂടി ഞാൻ പറഞ്ഞുതരാം. ജനറൽ സെക്രട്ടറി മാറ്റാൻ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മന്നച്ചായൻ്റെ സമാധി മണ്ഡപത്തിൽ ശിവഗിരിയിൽ പ്രവേശിക്കുന്ന പോലെ, പരിമലയിൽ പ്രവേശിക്കുന്ന പോലെ ഒരു ദേവാലയ തുല്യമായി നായർ സമുദായ അംഗങ്ങൾക്ക് മന്നത്തെ ആദരിക്കുന്ന എല്ലാവർക്കും ശുദ്ധിയോടെ വൃത്തിയോടെ വന്ന് വന്ദിച്ചു പോകാൻ ഉള്ള അവസരം ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ ഒരു ഡിമാൻഡും എനിക്കില്ല. എനിക്ക് പ്രസിഡന്റ് ആവണ്ട, സെക്രട്ടറി ആവണ്ട. എനിക്ക് മഞ്ചള്ളൂർ കരയോഗത്തിലെ സാധാരണക്കാരനായ ഒരു അംഗമായി ജീവിച്ചാൽ എനിക്കതിൽ കൂടുതലൊന്നും വേണ്ട. ഞാൻ ഏതായാലും NSS വിട്ടുപോകത്തില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു, മന്നത്തെ ആചാര്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കി NSSനെ നശിപ്പിക്കാൻ ഞാൻ ഒരു തരത്തിലും ശ്രമിക്കുന്നില്ല. NSSന് നാശം വരുന്ന കാര്യം അനുവദിക്കില്ല. പക്ഷേ ഈ ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ പറ്റാത്തത് എന്താണ് എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന ഒരാളല്ല, ഒരു കൂട്ടം ആളുകളുണ്ട്. ആരാന്നറിയാം? ചങ്ങനാശ്ശേരിയിൽ ഇദ്ദേഹം കരയോഗത്തിൽ അംഗമായിരിക്കുന്ന ആ കരയോഗത്തിലെ അംഗങ്ങൾ അവർ വിചാരിച്ചാൽ മന്നത്ത് ആചാര്യൻ സൃഷ്ടിച്ച ഈ NSS എന്ന മഹാപ്രസ്ഥാനത്തെ ലോകത്ത് മുഴുവനുള്ള നായന്മാർ ആഗ്രഹിക്കുന്ന ഒരു മോചനം, ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ അവർ കഴിയും. ഇദ്ദേഹത്തിനെ അവിടുത്തെ ഇലക്ട്രോൺ മെമ്പർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ജനറൽ സെക്രട്ടറി സ്ഥാനം പോവും, ഡയറക്ടർ മെമ്പർ സ്ഥാനം പോവും, എല്ലാം പോവും. ആ കരയോഗക്കാർ ദയവ് ചെയ്ത് NSSനെ അവരൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് NSSന് രക്ഷിച്ചാൽ ഞങ്ങളെല്ലാം സുകുമാരൻ നായരുടെ കൂടെയാണ് എന്ന് പറയാനൊന്നും വിരോധമൊന്നുമില്ല. പിന്നെ എൻ്റെ ആര് പറഞ്ഞാലും പറയേണ്ട കാര്യം മാത്രമേ ഞാൻ അനുസരിക്കത്തുള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൂടെ നിന്നു. അദ്ദേഹത്തിനെ പലരും അതിശയിച്ചപ്പോൾ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ചെയ്തു. അത് ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ കൂറ് പുലർത്തുന്നുള്ള അന്തസ്സാണ്. ഞാൻ ഇരുട്ടത്ത് വേല വയ്ക്കുന്ന ആളല്ല, പരസ്യമായിട്ട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്തപ്പോൾ നമ്മളെ പുറംകാലം കൊണ്ട് അടിക്കുക. 1 അടി അടിച്ചു, 2 അടി അടിച്ചു. ഇതെല്ലാം കണ്ടിട്ട് പിന്നെയും കാലേ കിടന്ന് തൂങ്ങാൻ അത്ര നാണം കെട്ടവനാണോ ഗണേഷ് കുമാർ? അല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിലടക്കം പത്തനാപുരത്തടക്കം ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതാണ് തോൽവിയിലേക്ക് അടക്കം നയിച്ചത്. അല്ല, അതൊക്കെ നെറികെട്ട പണിയല്ലേ. ഒരു ദിവസം രാത്രി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥി വളരെ ബിസി ആയിരിക്കുമ്പോൾ അയാളെ താലൂക്കുളം പ്രസിഡന്റ് സ്ഥാനത്ത് ആരും അറിയാതെ മാറ്റിയെന്ന് പറയുന്ന മര്യാദകൾ, അതൊരു ഗൂഢാലോചനയുണ്ട്. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുമായി ചേർന്ന് സുകുമാരൻ നായർ ഗൂഢാലോചനയുണ്ട്. ഇല്ലെന്നങ്ങനെ പറയുന്നത് അത്രയ്ക്ക് മാന്യമൊന്നും അല്ല. പിടിച്ചെടുക്കാൻ വന്ന ആളുകളൊക്കെ തീർന്നു പോയിട്ടുണ്ടെന്നാണ് പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആര് പിടിച്ചെടുക്കാൻ പോകുന്നു? എനിക്ക് മന്നത്തിൻ്റെ സമാധി തുറന്നു കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, പുഷ്പാർച്ചന ചെയ്യാൻ വേണ്ടി. എനിക്കും എന്നെ പോലുള്ള സാധാരണക്കാരായ കരയോഗങ്ങളായ നായന്മാർക്കും അല്ലാത്തവർക്കും വിശ്വാസത്തോടെ ആചാര്യനെ വന്ദിക്കാനുള്ള അവസരം തുറന്നു തരണം. അത്രയും മാത്രമേ ഡിമാൻഡുള്ളൂ. ജനറൽ സെക്രട്ടറിയായിട്ട് അവിടെ ഇരുന്നോട്ടെ. ഇരിക്കുമ്പോൾ ഇറക്കി വിടാൻ പറ്റുന്ന ആരാണെന്ന് എല്ലാവരും ചോദിക്കാൻ. എന്താ ഇറക്കാൻ പറ്റത്തില്ലയോ? ഇറക്കാൻ പറ്റും. ഈ ഒരു കരയോഗത്തിലെ ആളുകൾ വിചാരിച്ചാൽ, ഈ കരയോഗത്തിലുള്ള 100-200 ആളുകൾ വിചാരിച്ചാൽ, അവരൊരു നന്മ ആഗ്രഹിച്ചാൽ അവർ നന്മ ആഗ്രഹിച്ചാൽ ഇറക്കി വിടാം. അദ്ദേഹം പറഞ്ഞത് R. ബാലകൃഷ്ണ പിള്ളയെ പോലും എതിർത്ത് സംസാരിച്ച ആളാണ് KB ഗണേഷ് കുമാർ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എൻ്റെ വായും തുറക്കണ്ട. മകളെ പറ്റിയും മകനെ പറ്റിയൊക്കെ കുറേ സാധനങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. കൊച്ചുമക്കളെ പറ്റിയുണ്ട്. എന്നെ കൊണ്ടും തുറപ്പിക്കാതിരിക്കുന്നതാണ് പുള്ളിക്ക് നല്ലത്. എൻ്റെ വായെന്ന് പുള്ളി വാ തുറന്നു,
വാ തുറഞ്ഞാൽ അതിന് മറുപടി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ഒരാൾ വാ തുറന്നാൽ അതിന് മറുപടി പറയാൻ അറിയാത്തവൻ രാഷ്ട്രീയത്തിൽ വരരുത്. മനസ്സിലായി? ഞാനൊരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വേറെ ജനറൽ സെക്രട്ടറി കസേരയൊന്നും ഒരു പ്രശ്നമില്ല. എനിക്കിതൊന്നും വേണ്ട. എനിക്കൊരു കരയോ അങ്ങോട്ടിരുന്നാൽ മതി. ഒരു താലൂക്ക് യൂണിയൻ സെക്രട്ടറി 23,000 രൂപ ശമ്പളം വാങ്ങുന്നവൻ മകളെ 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപയ്ക്ക് ലണ്ടനിൽ പഠിപ്പിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക. ഒന്ന് അന്വേഷിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, 16 താലൂക്കിൽ കയറി കരയോഗങ്ങൾ പിരിച്ചുകൂടെ ഇങ്ങനെയുള്ള വേലത്തരങ്ങളും കൊണ്ട് വന്നാൽ ഞാൻ ഇനിയും വാ തുറക്കേണ്ടി വരും. ഇനി തൽക്കാലം വാ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങളത് പറഞ്ഞല്ലോ. നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ അവിടെ കിട്ട കാര്യം എന്നോട് ചോദിച്ചു, ഞാൻ അതിൻ്റെ ഉത്തരം പറയും. അല്ലാതെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് കുമാരൻ നായരെ പറയാനോ അത് എനിക്ക് സമയമില്ല. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട് പണിയുള്ള ആളാണ്. ഇതിൻ്റെ കുറേ അടക്കലല്ല എൻ്റെ പണി. പിന്നെ ജനങ്ങൾ നായർ സമുദായം സംഘടിച്ച് നടത്തുന്ന എല്ലാ ഒറ്റക്കെട്ടായിട്ട് വേണം. ഒറ്റ തിരിഞ്ഞുള്ള പോരാട്ടങ്ങൾക്കൊന്നും ഞാനില്ല. എല്ലാവരും ജനകീയമായി മുന്നേറുമ്പോൾ ഞാനും നിങ്ങളിൽ ഒരാളായി കൂടെ ഉണ്ടാവും. താങ്കൾക്ക് പിന്തുണ നൽകുന്ന എല്ലാ യൂണിയനുകളെയും കരയോഗങ്ങളെ അടക്കം പിരിച്ചുവിടുന്നു. തുടർച്ചയായ നടപടിയുണ്ട്. ഭീഷണിയാണോ കരുതുന്നത്? അതൊക്കെ പാവങ്ങൾ പേടിക്കും. ഒരു കാര്യം നായർ സമുദായങ്ങളോട് പറയാം, ഈ കോളേജുകളിൽ കിട്ടുന്ന ഒരു അഡ്മിഷനും കരയോഗം പ്രസിഡന്റ് ആയിരിക്കാനുള്ള ഒരു അവസരമോ സെക്രട്ടറി ആയിരിക്കാനുള്ള അവസരമോ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ജോലിയോ സ്കൂളിലൊരു ജോലിയോ കിട്ടുന്നത് സുകുമാരൻ നായരുടെ ഔദാര്യമല്ല, മന്നത്താചാര്യൻ നിങ്ങൾക്ക് കരുതി വെച്ച അവകാശമാണ് എന്നെല്ലാം നായരും മനസ്സിലാക്കും. മന്നത്താചാര്യൻ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച അവകാശമാണ്, അല്ല ഒരാളുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് അത് ഔദാര്യമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടത് ജനകീയമായിട്ടാണ്, മാസ്സായിട്ടാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, പ്രസ്താവനകളിലൂടെയല്ല, ഒന്നുമല്ല. വളരെ വ്യക്തതയോടെ ഞാൻ പറയുകയാണ്, നായർ നിരാശരായി കുരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. നായർ എന്നും പോരാളികളാണ്. നായർ ഈ നീതിക്ക് വേണ്ടി പോരാടണം എന്ന് മാത്രമേ എന്നുള്ളൂ. എന്നെ വിട്ടേക്ക്. കാരണം ഞാനൊരു പാവപ്പെട്ട, എനിക്കിതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത്. എനിക്ക് രാവിലെ എണീച്ച രാത്രി വരെ നല്ല ജോലിയുണ്ട്, നല്ല ജോലി തിരക്കാണ്. ചുമ്മാ ഇരിക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ലെങ്കിലും പുസ്തകം എടുത്ത് വായിച്ചുണ്ടെങ്കിൽ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നില്ല. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഇറക്കി വിടാനുള്ള മാർഗ്ഗം എന്തോന്ന് പലരും ചോദിക്കുമ്പോൾ ഞാൻ മാധ്യമങ്ങളോട് ഇത് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് അറിഞ്ഞില്ല എന്താ ഇറക്കി വിടാൻ പറ്റാത്ത, എന്താ ഇറക്കി വിടാൻ പറ്റാത്തൊന്നും ഈ ഒരൊറ്റ കരയോഗം വിചാരിച്ചാൽ ഇറക്കി. അതിനകത്ത് കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് കഴിഞ്ഞുകൂടാം എന്ന് വിചാരിക്കുന്ന ആ ഒരു നായർ, എനിക്ക് കിട്ടിയത് പോയാലും ഒരു കുഴപ്പമില്ല, എൻ്റെ പ്രസ്ഥാനം നിലനിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. എല്ലാ വിപ്ലവവും തുടങ്ങുന്ന ചെറിയ തോതിലാണ്. ഈ വിപ്ലവം അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഏതായാലും ഇതിനകത്ത് നേതൃത്വം എടുക്കാനും യുദ്ധം ചെയ്യാനൊന്നും വരുന്നില്ല. ഞാൻ എന്നുള്ള കാര്യം പറയും. ഇനി വാ തുറന്നു, കുഴപ്പമില്ല. എൻ്റെ വായിൽ വേറെ ഉണ്ട്. മകൻ്റെ കാര്യമുണ്ട്, മകളുടെ കാര്യമുണ്ട്, കൊച്ചുമക്കളുടെ കാര്യമുണ്ട്. ഇതെല്ലാം എണ്ണി വെച്ച് വിത്ത് റെക്കോർഡുണ്ട്. ധനലക്ഷ്മി ബാങ്കിൻ്റെ രേഖകൾ എന്തെങ്കിലുമുണ്ട്. എല്ലാം വരും വെളിയിലുണ്ട്. വെറുതെ വന്ന് ഈ 16 താലൂക്കിൽ വന്ന് ശല്യം ചെയ്യാതെ, 16 താലൂക്കിലെ കരയോഗക്കാരെ ശല്യം ചെയ്യാതൊക്കെ ഇരിക്കുക. എന്നെ പേടിപ്പിക്കാനും ശ്രമിക്കണ്ട, എനിക്ക് പേടിയില്ല. ഒരു ഘട്ടത്തിൽ അതങ്ങ് കൈവച്ചിരുന്ന അന്നസത്തിനൊരു ആചാര്യനുള്ളത് മന്നത്തെ ആചാര്യൻ. മറ്റതൊക്കെ അതിന് പുറകെ വന്ന കഥ ഉറക്കാൻ തന്നവരും കാപ്പ് ചെയ്ത് കൊടുക്കാൻ തന്നവരൊക്കെയാണ്. അതൊന്നും 28 വർഷത്തെ പാരമ്പര്യമൊക്കെയാണ്. പിന്നെന്താ, അത് 15 കാലം പാരമ്പര്യമുള്ള ആളുകൾ NSS ജോലി ചെയ്ത അധ്യാപകരല്ലേ, പ്രിൻസിപ്പൽമാരല്ലേ, കോളേജ് ലെക്ചർമാരല്ലേ. അതുകൊണ്ട് 50 വർഷത്തെ 64 വർഷം ആർ ബാലകൃഷ്ണമുള്ള NSS താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് അല്ലായിരുന്നു. അത്രയും പാരമ്പര്യം എന്തായാലും ഇല്ലല്ലോ. ഇടങ്ങൂർ ഗോപാലകൃഷ്ണമുള്ള സാറ് വരുന്നവരെ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുക, അദ്ദേഹം പോകുന്നവരെ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുക. ഇതൊക്കെ അറിയുന്നവരും കണ്ടവരുമാണ് കേരളത്തിലെ നായന്മാർ. ഇനി പറയുന്നു വേണ്ട, നിങ്ങൾ മാധ്യമപ്രവർത്തകർ വെറുതെ മുതിർന്ന NSSൻ്റെ വ്യക്തികളോട് നിങ്ങൾ ചോദിക്കും. ഞാൻ പാവപ്പെട്ടവനാണ്, ചെറുപ്പക്കാരനാണ്, എനിക്ക് അത്രയും ഒന്നുമില്ല. ഞാൻ കാണുമ്പം പണിക്കർ സാറിനെ തടവിലിട്ടേക്കുന്നേ കണ്ടിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്കിന്റെ വിഷയം ഇവിടെ നേരത്തെ ഉയർന്നു വന്നപ്പോഴും അന്ന് വലിയ സംരക്ഷണം ലഭിച്ചു. അന്ന് അദ്ദേഹത്തിന് ധനലക്ഷ്മി ബാങ്കിൻ്റെ കാര്യത്തിൽ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഉറപ്പ് വാങ്ങിച്ചു കൊടുത്ത ആൾ ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്. ആരാന്ന് ഞാൻ പറയത്തില്ല, എന്തിനാ പോയതെന്നും ആലോചിച്ച് കണ്ടുപിടിച്ചു. ധനലക്ഷ്മി ബാങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്. ഒരു കേസിൽ, ഒരു വളരെ പ്രധാനപ്പെട്ട കേസിൽ. അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, ഇത് എന്തുകൊണ്ട് ഗണേഷ് കുമാർ സ്ഥാനത്തിരുന്നപ്പോൾ ഇതൊന്നും പറഞ്ഞില്ല, ഇപ്പോൾ പുറത്തു പോയ ശേഷമാണ് ഇതൊക്കെ പറയുന്നത്. സ്ഥാനത്തിരിക്കുമ്പോഴേ മനസ്സിലാക്കാനൊക്കൂ. സ്ഥാനത്തിരുന്നപ്പോൾ 1-2 ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് പിന്നെ വയ്ക്കാത്തത്. മനസ്സിലായില്ലേ? ചോദ്യം ചോദിക്കാൻ പാടില്ല. ഡയറക്ടർ ബോർഡ് കൂടിയാൽ ആരും മിണ്ടാൻ പാടില്ല. പരിപൂർണ്ണ നിശബ്ദത. മരണ വീട്ടിൽ പോലും ഇത്രയും നിശബ്ദത.